ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്രിസ്മസിനോടനുബന്ധിച്ചാണ് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് കേക്കിൻ്റെ മാർബിൾ കേക്ക്. ഇതിനു മുന്നേ 2 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് കേക്കും അതുപോലെ തന്നെ പ്ലം കേക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാത്തവരൊക്കെ പോയി കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി ആദ്യം തന്നെ ഒരു കേക്ക് ടിന്നെടുത്ത് അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിൽ വെച്ച് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ആക്ച്വലി മാർബിൾ കേക്കിന് റെക്റ്റാങ്കിൾ കേക്ക് ടിന്നാണ് ആവശ്യം, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇതെടുത്തു. ഇപ്പോൾ ഒരു ബൗൾ വെച്ച് ഒരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വിസ്ക് വെച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഇപ്പോൾ ദേ ഞാനിവിടെ എല്ലാം മിക്സ് ചെയ്ത് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊക്കെ മാറ്റി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കേക്കിലേക്ക് എടുക്കുന്ന എല്ലാ പാത്രത്തിലും ഒരു വെള്ളത്തിൻ്റെ അംശം പോലും പാടില്ല. എല്ലാം കഴുകി ഉണക്കി എടുത്തിരിക്കുന്ന പാത്രങ്ങളായിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി 1/2 കപ്പ് പാല് നമുക്ക് ചൂടാക്കി എടുക്കണം. പാല് ചൂടായി വരുമ്പോൾ അതിലേക്ക് 50 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനി ചൂടായി അത് മെൽറ്റായിട്ട് വരട്ടെ. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. എല്ലാ ഐറ്റംസും കേക്കിലേക്ക് എടുക്കുന്നത് റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. അപ്പോൾ ഞാനിവിടെ 2 മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉള്ളവർ ബീറ്റർ എടുത്താൽ മതി, അല്ലെങ്കിൽ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ദേ നമ്മുടെ മുട്ട ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒറ്റയടിക്ക് ചേർക്കണമെന്നില്ല, ഇച്ചിരിച്ച് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനി ഇവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഇട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയും ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച പാലും ബട്ടറും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇടാനല്ലേ പറഞ്ഞിട്ടുണ്ടായേ, അതുപോലെ ഒരു സ്റ്റെപ്പ് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ഞാനിവിടെ മിക്സ് ചെയ്യുന്നത്. ഈ സമയം നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. ഞാനിവിടെ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ അതിലും 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കാം. സ്പാച്ചിൽ വെച്ച് നല്ലതുപോലെ ഇവിടെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ബാറ്ററിൽ നിന്ന് 3 ടീസ്പൂൺ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കൊക്ക പൗഡറും ആ ചൂടുവെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചല്ലോ, അതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊക്കെ മാറ്റി നല്ലപോലെ ഡാർക്ക് കളറാവണ വരെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. ഇപ്പോൾ ഇതേ ഞാൻ മിക്സ് ചെയ്ത് നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. കട്ടകളൊക്കെ എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിലേക്കുള്ള പരിപാടി. ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിക്കുമ്പോൾ കണ്ടോ, ഇതാണ് റിബൺ കൺസിസ്റ്റൻസി. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ എപ്പോഴും റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എല്ലാവരുടെയും സൈഡിലേക്കൊക്കെ ആക്കി എല്ലാവരുടെയും ഒന്ന് എത്തിക്കുക. ഇപ്പം എല്ലാം സൈഡിലേക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൊക്ക പൗഡറിൻ്റെ സംഭവം ആ മിക്സ് ഇതിലേക്ക് അവിടെ ഇവിടേക്ക് കയറ്റി കാണുന്ന പോലെ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ എല്ലാവരുടെയും ഇതേ ഇത്രയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാ സൈഡിലേക്ക് ഇതുപോലെയൊക്കെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ആ കൊക്കോ പൗഡറിൻ്റെ ആ മിക്സ് ഇതിലേക്ക് വീണ്ടും അവിടെ ഇവിടേക്ക് ആയിട്ട് ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓരോ സ്റ്റെപ്പായിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ അവസാനം എത്തി.
ഇനി ഇത്ര ആയതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ കൂടെ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ടൂത്ത് പിക്ക് എടുത്ത് ഈ കാണുന്ന പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്യുന്നത് ഈ ചോക്ലേറ്റൊക്കെ ഒന്ന് ഡിസൈനായിട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ. കണ്ടോ, ഇപ്പോൾ തന്നെ ഒരു ലീഫിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ വന്നില്ലേ, അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ അതേ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് മുന്നേ ടാപ്പ് ചെയ്യണം, മറന്നുപോയി ഞാനത് പറയാൻ. ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്യുന്നത് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലതുപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. കൈയൊന്നും പൊള്ളാതെ സൂക്ഷിച്ച് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 45 മിനിറ്റാണ് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്കിത് ബേക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 35 മിനിറ്റ് ആയപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അത് വെന്തോ എന്നറിയാൻ ഒരു ടൂത്ത് പിക്ക് എടുത്ത് ഞാൻ ഇതിനുള്ളിലേക്ക് കുത്തി നോക്കുന്നുണ്ട്. കുത്തിയതിന് ശേഷം അത് എടുക്കുമ്പോൾ അതിലേക്ക് ഒന്നും ആ ടൂത്ത് പിക്കുമ്പോൾ ഒന്നും പറ്റിയിട്ടില്ല, അതിൻ്റെ അംശമൊന്നും ഇല്ലെങ്കിൽ അതിനർത്ഥം അത് നല്ലതുപോലെ വെന്തിട്ടുണ്ടെന്നാണ്. ഇപ്പം എൻ്റെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓവനിൽ നിന്ന് മാറ്റി ഞാനിവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂടൊക്കെ ആറി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ മതി. അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ അതേ 2 ദിവസം കഴിഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. എനിക്ക് പ്ലം കേക്കിനേക്കാളും കൂടുതൽ ഇഷ്ടം മാർബിൾ കേക്കാണ്. ലൈക്ക് അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഒക്കെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, നല്ല ഡിസൈനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിതേ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലെ ബട്ടർ പേപ്പറും കൂടെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബാക്ക് വശവും കാണാം. ഇതാണ് ഫ്രണ്ട് വശം. നമുക്കതിൻ്റെ ബാക്ക് ഇതേ ഇതുപോലെയാണ് ഇരിക്കുക, കണ്ട ചോക്ലേറ്റ് ഒക്കെ ആയിട്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് ഒരു കത്തി എടുത്ത് ഇനി കട്ട് ചെയ്യുന്ന പരിപാടിയാണ്. കണ്ടോ, നല്ല കേക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അടിപൊളിയാണ്. നല്ല മാർബിൾ പോലെ തന്നെ ഉണ്ട് കാണാൻ. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യാണ്. നല്ല സോഫ്റ്റാണ്. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ്നെസ് ഉണ്ടെന്ന്. ഇനി ഒരു കേക്ക് പീസ് എടുത്തു. ഇത് കണ്ടോ, കേക്കിൻ്റെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഡിസൈനൊക്കെ കണ്ടോ, നല്ല മാർബിൾ പോലെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാനൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഞാനിവിടെ കഴിക്കാൻ പോവാണ്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ കഴിച്ചു നോക്കി, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ വീണ്ടും ഒരു പീസ് കട്ട് ചെയ്ത് വീണ്ടും കഴിക്കാൻ പോവാണ്. കണ്ടോ, ആ ഡിസൈൻ നോക്കി എന്ത് രസമാണ് കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ മാർബിൾ കേക്ക്. അതേ കണ്ടോ, മുറിച്ചപ്പോൾ തന്നെ അതേ ഇവിടെ പകുതി ആയിട്ടുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.